ബിജുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിമിഷ ബിജു നമ്മളുടെ ടോപ്പിക്കായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ നിമിഷ ബിജു തന്നെ വന്ന് എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞു, ചേച്ചി എന്തൊരു വേണോ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്ന കൊച്ചിനെ പിന്നെ നമ്മളെന്തോന്ന് പറയാനെ കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ബിക്കിനി ലെവൽ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി അനുഷ്ക പോലും ബിക്കിനി ഇട്ട് ഡാൻസ് കളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പം പിന്നെ നമ്മുടെ ഐശ്വര്യ ലെവലിൽ സിമ്മി സൂട്ടൊക്കെ ഇട്ടിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമല്ല. പക്ഷെ നിമിഷ ബിജു ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ അത്ര പ്രശ്നം? മോശമായ ഒരു ട്രെൻഡാണ് അത്, മോശമായ ഒരു അഭിപ്രായമാണ്. അപ്പോൾ നിമിഷ ബിജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. നമുക്കതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ എന്നിൽ നിന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വിഷയത്തിൽ ഞാൻ നിമിഷ ബിജുവിൻ്റെ ഒപ്പമാണ്. അവർ പറയുന്നതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് റിയാക്ട് ചെയ്താലോ? പോവാം. പൊതുവെ മൊത്തം ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുലികളിക്ക്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അത് ചെയ്തുകൂടാ? ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണും പെണ്ണും എന്ന് പറഞ്ഞ് വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇറങ്ങണം എന്നുള്ളൊരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു വാശി ഒക്കെ പറയാലോ. ജെൻസ് മാത്രം കീഴടക്കി ഭരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. അതിലേക്ക് ഒരു ലേഡി കടന്നു വന്നപ്പോഴുള്ള ആ ഒരു അപ്രോച്ച് എന്തായിരുന്നു? സമൂഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ നെഗറ്റീവ് ചോദിക്കട്ടെ, നേരിട്ട് പറയാതെ കുറച്ച് പേര് ഇങ്ങനെ കമന്റുകളിലൂടെ മാത്രം സംസാരിക്കുന്നവരുണ്ട് അല്ലെ? നമുക്ക് നേരിട്ട് ഇപ്പം നിമിഷ ബിജോ എന്നുള്ള ഒരാളുടെ, നിമിഷയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ നിമിഷയ്ക്ക് പറയാൻ ഉത്തരം ഉണ്ടാവും. പക്ഷെ മറഞ്ഞു നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നിമിഷ ബിജോ എന്ന ആളെ കരിവാരി. ഈ പെണ്ണിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് പ്രശ്നം. ഇവള് എരന്ന് വാങ്ങിക്കാനുള്ള ചോദ്യമാണ് സ്റ്റാർട്ട് ചെയ്യണം. അവളെ മുമ്പിൽ വന്നേന്ന് ആരെങ്കിലും പറഞ്ഞാലേ അവൾ ഉത്തരം പറയണ്ടു. കമന്റിൽ കിടന്ന് പറയുന്നവർ പലതും പറയാതെ അവരോട് പറഞ്ഞോട്ടെന്നങ്ങ് വിചാരിച്ചാൽ പോരും. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം മതിയായിരുന്നു. പക്ഷെ പ്രശ്നം വഷളാക്കി വീണ്ടും വൾഗറാക്കി മുന്നോട്ട് തന്നെ. അത് കേൾക്കാം. തേക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? സാധാരണ ഞാൻ പറയുകയാണെങ്കിൽ പോകാൻ പിന്നെ വന്നൊക്കെ പറയാം. ഇനിയിപ്പം പറയുകയാണെങ്കിൽ പുതിയൊരു ഡയലോഗ്, അവരോടുള്ള ഒരു പുതിയൊരു ഡയലോഗ് ഞാൻ പറയാം. അല്ല, ഇത് തീ കുരുത്ത വെയിലത്ത് പാടില്ല എന്നേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കെന്ന് വെച്ചാൽ എൻ്റെ നോർമൽ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിൻ്റെ അടിയിൽ നെഗറ്റീവാണ്. കാരണം നമ്മൾ വായിച്ചും കേട്ടും കണ്ടും അതിനുള്ള വെറുപ്പും മറപ്പും എല്ലാം തീർന്നു. ഇനി ഇതിൽ കൂടുതൽ ഇവരൊന്നും വിളിക്കാനില്ല. മാക്സിമം വിളിക്കുക, അങ്ങനെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അത് ഞാൻ പറയല്ലോ, എനിക്കറിയാലോ കമന്റ് കാണും, വിളിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ല, കമന്റ് കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട്. പല കമന്റുകൾ കണ്ട് ഞാൻ പകച്ചു പോയിട്ട് വരും. പക്ഷെ ഞാൻ പകയ്ക്കില്ല. ഞാൻ അവരോട് പറയുന്നത് തന്നെ, എൻ്റെ യൂട്യൂബിലൊക്കെ ലൈവ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിളിച്ച് കിട്ടുന്ന സുഖം എന്താണോ അത് നിങ്ങൾ അനുഭവിക്കുക. നമുക്ക് ഒരു സന്തോഷം. അതെ, അവർ സന്തോഷിക്കട്ടെ. അപ്പോൾ എന്നെ രണ്ട് തെറി വിളിച്ച് അവർ സന്തോഷമാണ്, അവർ ഹാപ്പിയാട്ടെ. ഞാൻ കാരണം വേറെ ആൾ സന്തോഷിക്കുന്ന നല്ലല്ലേ? അപ്പോൾ സന്തോഷിക്കട്ടെ. താനും വിളിച്ചാൽ മതി, തനിക്ക് വിളിക്കണം, താനും വിളിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരാണ് പ്രായമായിട്ട്, ഇപ്പം മമ്മൂട്ടി 75 വയസ്സായിട്ടും സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു പെണ്ണിന്റെ പ്രായത്തെ അളന്ന് കരിവാരി തേക്കുന്നവരുണ്ട്. അതെ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നും? ചേച്ചി പോയിട്ടൊന്നും വേണ്ട, അവളത് പറഞ്ഞു ഒരു 35. ഓക്കെ. അപ്പോൾ എന്തായാലും അതിൽ കുറവാണ് എനിക്ക്. എത്ര എൻ്റെ ഏജ് ഉണ്ടായിരുന്നു? അത് ഒരു ആക്കലായിപ്പോയി, ആകെ മൊത്തം ഊക്കലായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിനെ കണ്ട അത്ര പ്രായം തോന്നില്ല, കൊച്ചു കൊച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മനസ്സിലായില്ലേ? ഇപ്പം ചിലർക്കൊരു വിശ്വാസമുണ്ട്, ചെറിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വയസ്സ് തോന്നും. അങ്ങനെയല്ല. നമ്മുടെ ശരീരഭാഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രം ഏത് സമയത്തും ഉപയോഗിക്കാം. ആ ശരീരഭാഷ അംഗീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണെങ്കിൽ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ടാവുക തന്നെ ചെയ്യും, മാറ്റമില്ല. അപ്പോൾ നിമിഷ ബിജു ഒരു പക്ഷേ ഡ്രസ് കോഡൊക്കെ ഉപയോഗിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഈ ആൻകർ പ്രശ്നം, ഈ ചോദ്യം, ആ ഉത്തരം, അത് ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. അവർക്ക് 35 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. ആൻകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉദാത്തമായ ഒരു അസൂയയുടെ പ്രകമ്പനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ എത്ര ഏജാണ് ചോദിക്കുന്നത്? ഞാൻ പറയും എനിക്ക് 92. എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് സെപ്റ്റംബർ 27 അപ്പോൾ എനിക്ക് അടിപൊളി 93 ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഏജ് വെച്ചിട്ട് അമ്മായിന്ന് വിളിക്കുന്നുണ്ട്, മുത്തശ്ശീന്ന് വിളിക്കുന്നുണ്ട്, വെല്ലുമേന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പ്രായം പറയാത്തതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ പ്രായം പറഞ്ഞു, നാളെ വിളി മാറ്റുമോ? ഇല്ല. എൻ്റെ ഏജ് 92. അപ്പോൾ ഞാൻ 92 പറഞ്ഞുകൊണ്ടല്ലേ അവർ അമ്മായിമാനെ വിളിക്കുന്നത്. എനിക്കൊരു മനസ്സിലൊരു സമാധാനം. ആ വിളിക്കുന്നവർക്ക് എന്നെ അമ്മായിന്ന് വിളിക്കുന്ന കിട്ടുന്ന സോങ്ങുണ്ട്. അവർ എന്തായാലും അത് എക്സ്പ്ലനേഷൻ അത്ര ആപ്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയും അമ്മായി ഫലീം ഇനി എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇതൊക്കെ ഞാൻ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അമ്മായി ആയതുകൊണ്ട് എന്ത് വീഡിയോ ചെയ്യാൻ പാടില്ലേ? അല്ല കിളവി ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ലേ? ഈ പറയുന്ന അമ്മായി കിളവി വിളിക്കുന്നവരെന്നെ വായും കയറി വന്നിരുന്ന് നോക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്തോ എനിക്ക് ദഹിച്ചില്ല. നിങ്ങൾക്ക് ദഹിച്ചെങ്കിൽ ഓക്കെ, എനിക്ക് ദഹിച്ചില്ല. യെസ്, ഇത്രയും ജെൻഡർ ഇക്വാലിറ്റി പ്രസംഗിക്കുന്ന ഈ ഒരു കാലത്തും ഇപ്പം മമ്മൂട്ടിനെ പോലുള്ള ഒരു മെഗാ സ്റ്റാർ 75 വയസ്സായിട്ടും ഈ അടുത്ത് ടർബോയിൽ പോലും ഫൈറ്റിംഗ് സീനുകൾ അഭിനയിക്കുന്നു. അതിനൊന്നും ആർക്കും വിമർശനമില്ല. അതെ, പക്ഷേ നിമിഷയെ പോലുള്ള ഒരാൾ ഇന്ന് 2 ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സുകളുടെ കൂമ്പാരമാണ്. ഒരു ആണും പെണ്ണും, മമ്മൂട്ടിയുടെ അത്രയും ഒബ്വിയസ്ലി ഏജ് ഇല്ല നിമിഷ ബിജോയ്ക്ക്, എന്നിട്ട് പോലും എന്തുകൊണ്ട് നിമിഷ ബിജോ എന്നൊരു വ്യക്തി ഇത്രയധികം വിമർശനങ്ങൾ നേരിടുമെന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. വെറുതെ കാട് കയറി വേറെ ആണും പെണ്ണും തൊലിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. നിങ്ങൾ മമ്മൂട്ടിയാണോ കമ്പാരിസൺ നടത്തുന്നത്? മമ്മൂട്ടി എന്താ തുണിയില്ലാതെ നിൽക്കുവാണോ?
മമ്മൂട്ടി എവിടെയെങ്കിലും ഒരു ലൈവ് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇപ്പം കാണിക്കാം നില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മമ്മൂട്ടി അങ്ങനെ ലൈവ് ഇടുന്നത് നിങ്ങൾ കണ്ടേനു? അല്ല, മമ്മൂട്ടി അത്യാവശ്യം നമ്മളിപ്പോൾ ഈ സ്ത്രീകൾക്ക് ചില ആകർഷണങ്ങളൊക്കെ തോന്നും. നെഞ്ചിലൊക്കെ ഒരുപാട് രോമമൊക്കെ ഉള്ള ആണുങ്ങളെ കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. തോന്നാത്തവരുണ്ടെങ്കിൽ മൈൻഡ് പ്ലീസ്. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം ഇവർക്ക് തോന്നുന്ന കണക്ക് നമുക്കും അങ്ങോട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം മമ്മൂട്ടിയുടെ നെഞ്ചിൽ നിറയെ രോമങ്ങൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രോമം കാണിച്ചിട്ട് നടക്കുക. അല്ല, മമ്മൂട്ടി ലൈവ് വന്നിട്ട് കുത്തിയിരുന്നിട്ട് ദേ കണ്ടുള്ളൂ, ഇന്ന കാണിച്ചു, ഇന്ന കാണൂ, ഇന്ന കണ്ടു, ഇങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ സമ്മതിച്ചു. അങ്ങനെയൊന്നും മമ്മൂട്ടി ചെയ്യാത്തടുത്ത് കമ്പാരിസൺ തന്നെ ഭയങ്കര ബോറി. പിന്നെ ഏജ്, അദ്ദേഹത്തിൻ്റെ എല്ലാവരും അങ്കിളെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വിലക്കും എനിക്ക് അങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമില്ലെന്ന്. ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ ഓൺലി മാൻ. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ് കേട്ടോ. ഇച്ചിരി കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും ഒരാളെ കണ്ട ഉടനെ ഒരു ആൻറ്റി വിളിയും. പണ്ട് ഞാനിങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ആട്ടോറിച്ച് ഓടിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ. ചേട്ടൻ എന്ന് വെച്ചാൽ നല്ല പ്രായമുള്ളവരായിരിക്കും. ഇനി നിറകിനായിട്ട് ഒരു സാധനം പോലും ബാക്കിയുണ്ടാവില്ല, പക്ഷെ ചേട്ടന്മാരും വിളിക്കുന്ന ആൻറ്റീന്നാണ്. അതൊരു റെസ്പെക്റ്റ് ആയിട്ട് നമ്മളങ്ങ് കൺസിഡർ ചെയ്തിരുന്നാൽ ഈ ഒരു പ്രശ്നം അങ്ങ് മാറിക്കോളും. അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ വറീഡ് ആകാനോ അയ്യോ ഞാൻ ആൻറ്റി ആയോ എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ആൻറ്റി ആയാലും എന്താ കുഴപ്പം? ഏജ് ജസ്റ്റ് നമ്പറാണ്. നമുക്ക് തുള്ളി കളിക്കാൻ പറ്റുമെങ്കിൽ തുള്ളി കളിക്കുക. അത് ഏത് പ്രായമൊന്നുമില്ല. മമ്മൂട്ടിയോടുള്ള കമ്പാരിസണ് ഞാൻ ഒബ്ജക്ഷൻ പറയുന്നു. ബിക്കോസ് മമ്മൂട്ടി എന്തായാലും ഇതുപോലെ എന്നാ കാണിക്കും എന്ന് വന്ന് ഇരുന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് കമന്റ് ചെയ്തോളൂ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പെണ്ണ്. താൻ പറഞ്ഞ പോലെ ഞാനൊരു പെണ്ണ്. ഭയങ്കര വ്യത്യാസമാണ് ആണും പെണ്ണും എന്ന് പറഞ്ഞൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. പണ്ടത്തെ കാലത്തിൽ പറയേണ്ട കാര്യമില്ല. പെണ്ണുങ്ങൾ ഏതെങ്കിലും അടുക്കള ചോറും കറി വെച്ചിരിക്കുക തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ജനറേഷൻ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുറം ലോകം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നോട് ഒത്തിരി മെമ്പർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, ചേച്ചി ഇതുപോലെ നടക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഒന്നാണും പെണ്ണും തമ്മിലുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഒരു സൈഡിലേക്ക് അവർ ഇരുത്താണ്. അവർക്ക് പിന്നെ ഒന്നിനും കഴിവില്ല, അല്ലെങ്കിൽ അവർ അമ്മായിയായി മുതുക്കികളായി രണ്ട് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണല്ലാതാവോ? ഇല്ല. നമുക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു 18-17 വയസ്സിൽ ഞാൻ ഇങ്ങനെ പാറി പറന്ന് നടക്കാൻ ആണല്ലേ. ഞാൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് ഇങ്ങനെ ഇപ്പോഴും 18 വയസ്സ്. അതാണ് ഞാൻ കൊച്ചുടുപ്പിടുക, കുഞ്ഞുടുപ്പിടുക. ആരായിരിക്കും നിമിഷ ബിജുവിന് പ്രൈവറ്റ് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് നിങ്ങളെ പോലെ പാറിപ്പറന്ന് നടക്കണമെന്ന് പറയുന്നത്? ആരായിരുന്നാലും എൻ്റെ പൊന്നു കൊച്ചേ, അത്തരം ആഗ്രഹങ്ങൾ കുറച്ച് അഹങ്കാരമാണ് കേട്ടോ. ആരെപ്പോൾ പറഞ്ഞ 2 വെറ്റടഞ്ഞ് മിണ്ടാണ്ട് കുത്തിയിരിക്കണം. എത്രയും മനുഷ്യർ പ്രസവ ശേഷമൊക്കെയാണല്ലോ അത്യാവശ്യ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകുന്നത്. പ്രസവം ഒരു കുഴപ്പ? ഇതൊക്കെ ആരാ ഇത് പറയുന്നേ? മടിച്ചികളായ പെണ്ണുങ്ങളാണ് കൊച്ചുങ്ങളെ നോക്കി വീട്ടിൽ ഇരുന്നോളാന്ന് പറയുന്നത്. എത്രയോ കുട്ടികളുള്ള അമ്മമാർ തന്നെ എത്രയോ നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർ ലെവലിലുള്ളവരെയൊക്കെ എടുത്തു നോക്കുക. അവർ പോകുന്നില്ലേ ക്ലിനിക്കിലേക്ക്? എന്തിനാ പോകുന്നത്? കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരും. വീട്ടമ്മ എന്ന പ്രൊഫഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. പുറത്തേക്ക് പോകണമെന്നുള്ളവർ അങ്ങനെ പോകും. പിന്നെ അരകുറ ഉടുപ്പൊക്കെ ഇട്ട് സാധനം കാണുന്ന രീതിയിൽ കാലെടുത്ത് മേൽപോട്ട് വെക്കുന്നതിനാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വശമില്ല കേട്ടോ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. മോളുടെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ ചോദിക്കണം. ഞാൻ അതെന്തോ ആയിക്കോട്ടെ. അത് എനിക്ക് നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ല ചേട്ടൻ. നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രായം നമുക്ക് എന്താ പറയുക പറയുന്ന പോലെ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ പ്രായം എന്ന് പറഞ്ഞ പോലെ. കുളം നിമിഷയുടെ ഒരു വീക്ക്നെസ് ആണല്ലേ? ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഈ കുളം കണ്ടാൽ മാത്രം ചാടാനൊരു ടെൻഡൻസി? അതെന്താ സംഭവം അറിയോ? ഞങ്ങൾ ഈ പെങ്കൊച്ച് ദ്വയാർത്ഥ പ്രയോഗമാണോ നടത്തിയെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കുളം നിമിഷയുടെ വീക്ക്നെസ് ആണ്. അത് എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് കുളം എന്നത് ഉദ്ദേശിച്ചത്? അങ്ങനെ ആയിരിക്കത്തില്ല. കുളം കണ്ടാൽ കൊച്ചെടുത്ത് ചാടാറുണ്ടെന്നാണ്. അപ്പൊ ഏത് കുളത്തിലൊക്കെ എടുത്ത് ചാടി ഒന്നും പറയണില്ല. പോട്ട് ഇല്ലാത്ത നാട്ടിലായിരുന്നു. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം കൊച്ചി ഗ്രാമമാണ്. തൊട്ടടുത്താണ്. പാലയിലാണ് എന്റെ വീടും. പാലയിൽ വെള്ളമുണ്ട്. പക്ഷെ ഞങ്ങൾ മുണ്ടക്കയം അറിയോ? കോട്ടയം മുണ്ടക്കയൊക്കെ അറിയോ? കത്താനൊക്കെ അറിയോ? അവിടെയായിരുന്നു ഞാൻ. പൊളിച്ച് ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമാണ്. കോട്ടയം സൈഡ് പാലാ സൈഡിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും വിശ്വസിക്കുന്നത്. മുണ്ടക്കയത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഇട്ട് ചുമ്മാ പൊളി എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ പോലും എനിക്ക് വെള്ളം കാണാൻ പോലെ അസ്കിതയാണ്. എനിക്കത് കാണുമ്പോൾ എടുത്ത് ചാടണമെന്നങ്ങ് പറഞ്ഞാൽ പോലും നിമിഷ കൊച്ചേ വെറുതെ പൊളിയാൻ പോയി. അത് പൊളിഞ്ഞെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ജനിച്ചു വന്നാൽ ഞങ്ങൾക്ക് വെള്ളം ഇല്ലായിരുന്നു. 3-4 കിലോമീറ്റർ നടന്നു പോകണം വെള്ളത്തിലേക്ക്. എന്ത് കണ്ടാലും ഒരു ടെൻഡൻസി ഇല്ലാത്ത സാധനം എന്ത് കണ്ടാലും ഐ മീൻ കുളം കണ്ടാൽ ഒരു ചാടാനുള്ള ടെൻഡൻസി അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അവിടെ കുളമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. അത് ഈ മഴക്കാലത്ത് മാത്രമേ വെള്ളം വരത്തുള്ളായിരുന്നു. എനിക്ക് നീന്താൻ പണ്ട് തുടങ്ങി ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ഈ അടുത്ത് നമ്മുടെ ഷക്കീല മാമിനെ കാണുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഓക്കെ, അപ്പോൾ ഷക്കീലയാണോ അതെയോ നിമിഷയാണോ സൂപ്പർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷക്കീലമ്മ. ജൂനിയർ ഷക്കീല എന്ന് വിളിച്ചത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അഭിമാനം മാത്രമേ ഉള്ളൂ. നിരാശപ്പെടുത്തില്ല. സസ്പെൻസ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഓക്കെ, അപ്പൊ ഇനി വ്യൂവേഴ്സിനെ കൂട്ടാൻ എല്ലാ ലൈവും കണ്ടോണം. പിന്നെ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ സസ്പെൻസിന്റെ ബാക്കി ഞാൻ കണ്ടിരിക്കും. ലൈവിനകത്ത് പുള്ളിക്കാരത്തി കാണിക്കുന്ന ഒരു സുഖേട്, അതായത് ഇപ്പൊ കാണിക്കില്ല അങ്ങനെ ഒരു ടേമിനെ പറ്റിയാണ് ഈ ഒരു പ്രസ്താവന. അപ്പൊ അതിനെപ്പറ്റി പുള്ളിക്കാരത്തി പറയുന്നതിൽ കറക്റ്റാണ്. ഞാൻ കാണിക്കും, സമയമാകട്ടെ എന്ന്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായത് മനഃപൂർവ്വമായിട്ട് പുള്ളിക്കാരത്തി കാണിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു രസം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവത്തില്ല.
കാണാൻ കിട്ടുമോ, കാണാൻ പറ്റുമോ, കാണാമോ എന്ന രീതിയിൽ ഒരു പ്രത്യേകതരം വിജിംപ്രചനമുണ്ടല്ലോ, അതാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വന്ന് വീഴുന്നവർക്കുള്ള ആ കെണി തന്നെയാണ് പുള്ളി ഒരുകയെ വെച്ചിരിക്കുന്നത്. അതൊരു തെറ്റാണോന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഭാഗമില്ല, നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു ഓപ്ഷൻ അല്ലേ. കാണണമെന്നവർ പോയി കാണുക, അല്ലാത്തൊരു കാണണ്ട, അത്ര തന്നെ. പിന്നെ ഇതിനകത്ത് ആൺ പെൺ താലി അതൊക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നോക്കാം. തീർച്ചയായിട്ടും. ഈ അടുത്തൊരു പോസ്റ്റിൽ കണ്ടാണ് കേട്ടോ, ബിയറടി കുറയ്ക്കണം കേട്ടോ, വയറ് കൂടുന്നുണ്ട്. സോറി മാഡം, ഞാൻ ബിയർ അടിക്കാറില്ല, ഓൺലി ഹോട്ട്. ഹോട്ട് മാത്രമേ അടിക്കാറുള്ളൂ. ഓക്കെ, ഏതാണ് ബ്രാൻഡ്? ജെഡി. ജെഡി സെറ്റ്. നല്ല ബ്രാൻഡുകൾ പിടിക്കാറില്ല. നല്ല ബ്രാൻഡ് പിടിക്കാറുള്ളൂ, എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ മേടിക്കുമ്പോൾ അത്ര വിലയൊന്നും നമുക്ക് എയർപോർട്ടിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൊണ്ട് ആരെങ്കിലും എത്തിക്കും. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ നമുക്ക് ഫ്രണ്ട് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തു തരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ചേട്ടനെ വിടും ബിവറേജിൽ. അടിപൊളി. ഓക്കെ, ഫൈൻ. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ്. ശരി. അപ്പോൾ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമാട്ടോ, ഈ കാലിലെ ടാറ്റു എങ്ങനെയുണ്ട്, ഭംഗി? ഈ ഹസ്ബൻഡ് സപ്പോർട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കള്ളു കുടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന സപ്പോർട്ടാണ് അല്ലേ. ഇപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളെ പറ്റി ആ പുള്ളിക്കാരത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതിലുള്ള ഇഷ്യൂ ആണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ആ കുടുംബത്തിനെ പറ്റി ഓർത്ത സങ്കടം ഉണ്ട് കേട്ടോ. അതിനകത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ബിക്കോസ് അവർ തമ്മിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ്, നല്ല കാര്യമാണ്. അപ്പോൾ ഹസ്ബൻഡ് കള്ള് വാങ്ങിച്ചു കൊടുക്കും, പുള്ളിക്കാരത്തി കുടിക്കും. കള്ളുണ്ടാക്കണം പിന്നെ എന്തിനും കുടിച്ചാനല്ലയോ. അതിപ്പോൾ പെണ്ണ് കുടിച്ചാൽ എന്താ ആണ് കുടിച്ചാൽ, പെണ്ണ് കുടിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ. ഏതായാലും വല്ലാത്ത ജാതി ചേട്ടൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ പെൺപിള്ളേർക്ക് വിചാരിക്കും ഒത്തിരി സ്നേഹമുള്ള ചേട്ടനാണ്. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, ഇത് ഭയങ്കര നാറ്റമുള്ളൊരു സാധനം. ഇതെങ്ങനെ എടുത്ത് മണപ്പിച്ച് അപ്പം ബോധം കെട്ടി വീണാൽ പിന്നെ നേരം വെളുത്താലേ എഴുന്നേക്കുള്ളൂ. മണപ്പിച്ചാൽ അതാണ് അവസ്ഥ, എങ്കിൽ കുടിച്ചാലുള്ള അവസ്ഥയാണ്. അകത്തുള്ള സർവത്ര ആന്തരിക അവയവങ്ങളും ഇങ്ങനെ ലയിച്ചില്ലാണ്ടാകുന്ന ഒരു പ്രത്യേകതര സംഗതിയാണ്. പിന്നെ ഇതിപ്പോൾ എല്ലാ മതവിശ്വാസികളും ചെയ്യുന്നുണ്ട്, എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വീഞ്ഞ്. ഇപ്പം മുസ്ലിങ്ങൾ പറയുന്നുണ്ട് മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന മദ്യപ്പൊയയാണ് ഒഴുക്കി വിടുന്നതെന്ന് പറയും. നമ്മുടെ പള്ളിയിൽ അച്ഛനൊക്കെ ചെയ്യുന്നത്, ക്രിസ്ത്യൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ അവിടെ തന്നെ ചർച്ചിൽ തന്നെ കൊടുക്കും വീഞ്ഞ്. അത് പിന്നെ ദൈവത്തിൻ്റെ രക്തമാണെന്ന് പറയും. അപ്പോൾ അത് കുടിക്കാതിരിക്കാനുള്ളൊരു സൊല്യൂഷനാണ് പറയുന്നത്. പക്ഷേ ഇവറ്റുകൾക്ക് മനസ്സിലാകത്തില്ല. ഇവർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഉണ്ടാക്കി ഭരണികൾക്ക് അകത്ത് വെച്ചിട്ട് കുടിക്കും. അപ്പം അതൊന്നും ഒരു വലിയ കാര്യമാണോന്ന് വെച്ചാൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ചേട്ടൻ കൊടുക്കണത് അത് വേറൊന്നും കൊണ്ടല്ല. ചേട്ടൻ നല്ല കുടിയനായിരിക്കും. ചേട്ടന് കുടിക്കണമെങ്കിൽ ചേച്ചിയെ കുടിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ചേട്ടൻ എന്ത് ചെയ്യും, ചേച്ചിക്കും കൂടെ കൊടുക്കും. രണ്ടുപേരും കൂടെ ചേർന്നിട്ടൊരു കമ്പാനിയൻഷിപ്പ്, അത്രയേ ഉള്ളൂ. പുറത്ത് നാള് വേണ്ടല്ലോ. ഇവർ രണ്ടുപേരും കൂടെ നല്ല ടൈപ്പാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ എന്തപ്പെടാൻ നിൽക്കണ്ട. ഇതൊക്കെ കണ്ടിട്ട് ഉടനെ ഭർത്താവിനെ എടുത്തിട്ട് ഇടിക്കരുത്. നോക്ക്, ആ നിമിഷ ബിജുവിൻ്റെ കെട്ടിയനെ കണ്ട് പഠിക്കുക എന്നൊന്നും പറയരുത്. ഈ സാധനം വാങ്ങിച്ചടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് കുട്ടികളെ. അത് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ വാങ്ങിച്ച് കുടിച്ചോളി. അടിപൊളിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ? അല്ല, വേറെ സ്ഥലത്തുണ്ട്, പറയാൻ പറ്റത്തില്ല. അതെന്താ ചേച്ചി, നമ്മൾ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അതൊക്കെ എവിടെയാണെന്ന്, അങ്ങനെ പറയാൻ കാണിക്കാൻ പറ്റുമോ ഇതൊക്കെ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ നിമിഷേച്ചി എവിടെയോ ടാറ്റു അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ എവിടെയല്ല, മസനെ വഴി ഊട്ടി. ഓക്കെ, ഞാൻ പറയാ, കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ, ആരും കാണാൻ. സത്യത്തിൽ ഈ പെണ്ണിന് അവൾ രണ്ട് കൊടുത്തെങ്കിൽ ഒരു ദോഷവും ഇല്ല. അവൾക്ക് എവിടെ കറുപ്പ് അല്ലെങ്കിൽ എവിടെ കുത്ത് എന്നൊക്കെയാണ് അവൾക്ക് അറിയേണ്ടത്. ഇപ്പൊ നമ്മുടെ മുഖത്തൊരു കുത്തുണ്ട്, നമ്മളെ മുഖത്തൊരു കുത്തുള്ള ഒരാളെ കണ്ടാൽ അവിടുന്ന് ചോദിക്കും ഇവിടെ മാത്രമേ കുത്തുള്ളോളാ, എവിടെയും ഉണ്ടോ? അതൊരു ചോദ്യമാണ്. ആ ചോദ്യം റോങ് അല്ലേ? അപ്പൊ സത്യം പറഞ്ഞാൽ ഇവള് തുടങ്ങി. ബാക്കി ഇനിയിപ്പോൾ ഒരു അനുബന്ധമായിട്ട് നിമിഷം ഇപ്പൊ കൊടുക്കും. പക്ഷെ എന്നാലും ഈ ചോദ്യം ചോദിച്ച അവളെടുത്ത് തിരിച്ച് നിമിഷയ്ക്ക് ചോദിച്ചുകൂടായിരുന്നു, എടി നിനക്ക് എവിടെയൊക്കെ എന്തൊക്കെ? ആ ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി ദേഷ്യപ്പെടുക ഒച്ചയിടുക എന്നല്ല. അനക്ക് എവിടെയൊക്കെ ഉണ്ട്, എൻ്റെ ബട്ടർഫ്ലൈയിൽ ഉണ്ടോ എന്ന് തിരിച്ചൊന്ന് ചോദിക്കുന്നതിന് പകരം ഓ യെസ് അയാ മസനഗുടി വഴി ഊട്ടിയിൽ ഒരു സാധനം ഉണ്ടെന്ന്. അപ്പൊ ഏതായാലും ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഈ പെൺകുട്ടി ബോച്ചയെ കബച്ച് വെക്കുമെന്നുള്ളിൽ തെറ്റിദ്ധരികെ വേണ്ട. കറക്റ്റാണ്. ഞാനില്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? ഇല്ല, ഞാൻ വീട്ടിലിരിക്കുള്ളൂ. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എന്തും കാണിക്കാൻ നിമിഷം റെഡിയാണ്, ഉറപ്പായും. ഓക്കെ, ആ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആരാധകർ വെയിറ്റിംഗ് ആണ് അല്ലേ? കുഞ്ഞിനാളിലെ എൻ്റെ ഹസ്ബൻഡിന് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് റബ്ബർ എടുത്ത് മരം റബ്ബർ ടാപ്പ് ചെയ്യാം. ആ പോയിന്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്ത് വർത്തമാനം അത്? പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അവൾ അങ്ങോട്ട് കാണിക്കാതിരിക്കണം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ എന്ന്. ആ പറഞ്ഞ പെങ്കൊച്ചിനെ ഇവളിത് പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അല്ലെ, അവൾ എന്തോന്ന് കാണിക്കേ? ഇനിയിപ്പോൾ പെണ്ണുങ്ങളുടെ കേസാണെങ്കിൽ അവരവരങ്ങ് കണ്ണാടി പോയി നോക്കിയാൽ പോരേനു. ഇനിയിപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ എന്തിടെ വീട്ടിലിതൊന്നും ഇല്ലയോ? പ്രൊഡക്ടിവിറ്റിയൊക്കെ വീട്ടിലും കാണുമല്ലോ, അങ്ങോട്ട് നോക്കിയാൽ പോരെ. പ്രത്യേകിച്ചൊന്നും ഇല്ലടെ. ഈ ഒരുപാട് തറ പരിപാടികൾ കാണിക്കുന്ന ആണുങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മമ്മിയുടേത് കണ്ടാൽ മതി. അതിനകത്തുള്ള സാധനം തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത്. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഇച്ചിരി വലിപ്പം, ഇച്ചിരി തഴപ്പ്, ഇച്ചിരി മുഴുപ്പ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. അത് ഈ പെങ്കൊച്ചവളെ ഒന്ന് ആക്കിയതാണ്. പിന്നെ ഇനിയിപ്പോൾ റബ്ബർ ടാപ്പിലേക്ക് വരുന്നു. റബ്ബർ ടാപ്പ് എന്താ നല്ലൊരു ഉദ്യോഗമല്ലേ, നല്ല പരിപാടിയല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പം ഒരേക്കർ പറമ്പിലൊക്കെ റബ്ബർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെട്ടുകാർ അതിൻ്റെ പകുതി അവരെടുക്കും, ആദായത്തിൻ്റെ പകുതി അവരെടുക്കും, പകുതിയാണ് ഓണേഴ്സിന് കൊടുക്കുക. നല്ലൊരു വരുമാന മാർഗ്ഗമില്ല, അതൊരു കുറ്റം.
വെളുപ്പിന് എഴുന്നേറ്റ് റബ്ബർ ടാപ്പ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? നല്ല പരിപാടിയല്ലേ? അതൊക്കെ ഒരു കുറഞ്ഞ പരിപാടിയാണെന്ന് ഈ കൊച്ചിന് എവിടെ തോന്നിയാണ്? നന്നായിട്ട് അധ്വാനിച്ച് ജീവിച്ച വീട്ടിലെ കൊച്ചായിരുന്നു. ആകെ കുഴപ്പമായി ഇപ്പോൾ. സാരമില്ല. എൻ്റെ അച്ഛനും എൻ്റെ ഫാമിലി എല്ലാവരും റബ്ബർ ടാപ്പിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊറോണ വന്നപ്പം റബ്ബറിൻ്റെ കുത്തനെയില ഇടിഞ്ഞായിരുന്നു. അപ്പോൾ അതായത് ഹസ്ബൻഡ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂടി റബ്ബർ വെട്ടാൻ പോകും. ഞങ്ങളങ്ങനെ റബ്ബറിൻ്റെ പാൽ എടുക്കാൻ വേണ്ടി പോകും. എനിക്ക് ഒരു മടിയില്ല അത് പറയാനായിട്ട്. എല്ലാവരും എന്നെ കളി, നീ പണ്ട് റബ്ബർ വെട്ടി നടന്ന എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് ഒരുപാട് പേര്. പക്ഷേ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതാണെങ്കിലും അത് പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. 8ഓളം സിനിമകളിൽ അഭിനയിച്ച നിമിഷ ബിജോ കാസ്റ്റിംഗ് കൗച്ച് നേരിടാൻ കാരണമായിട്ടുണ്ടോ? ആരെയും വിളിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് വിളി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോൾ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നും ഞാനും മേലേക്ക് ലെവലായി പോയേനെ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നിമിഷ ബിജോയുടെ അടുത്ത ഇപ്പോൾ ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ? ഇപ്പോൾ ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ബാക്കി പറയാനുള്ളൂ എൻ്റെ ഫാമിലി. ആരൊക്കെ ഉപേക്ഷിച്ചാലും, എത്ര ഫ്രണ്ട്സ് ഉണ്ടായിട്ടും, എത്ര നമുക്ക് ചാൻസ് ഉണ്ടായാലും, എത്ര നമ്മുടെ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വരത്തില്ല. വേറെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മ, എൻ്റെ മക്കൾ, എനിക്ക് ഇവർ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളൂ. ഞാനിവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഞാനിപ്പോൾ ഓക്കെ. ഇപ്പോൾ ഏത് നാട്ടുകാരിയാണെന്ന് പറയാനാണ് ഇഷ്ടം? എനിക്ക് ചാലക്കുടിക്കാരി എന്ന് പറയാനാണ് ഇഷ്ടം. ഓക്കെ. ചാലക്കുടി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? മണിച്ചേട്ടൻ പാട്ട് പാടും. അപ്പം ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ, നല്ല പേയ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ്, ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്? അല്ല, അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പ്രേക്ഷകർ എന്നെ ബിക്കിനിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്. നിങ്ങൾ പറഞ്ഞ ഞാൻ സോഷ്യൽ മീഡിയ താരം നിങ്ങൾ പറയില്ലേ, അതേ എന്നെ താരമാക്കിയ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ. ഇപ്പോൾ താങ്കൾ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഞാനൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ട് താങ്കളെ വിളിച്ചത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർ എന്നോട് പറയണം ബിക്കിനി ഷൂട്ട് ചെയ്യാൻ കാണുന്ന ആഗ്രഹം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വരികയാണ്, ബിക്കിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ബിക്കിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ. ഒരാളല്ല, രണ്ടുപേരുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടുപേരുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ്? ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ്ങായിട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വന്നിരിക്കുന്നത്. ഓക്കെ. ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ. ഒരാളല്ല, രണ്ടുപേരുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടുപേരുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ്? ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ്ങായിട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വന്നിരിക്കുന്നത്. ഓക്കെ. ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യം നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത്? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നു പറയുന്നുണ്ട്. നീ ഇത് എന്റെ ചോദ്യമല്ല, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം. ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഇതിന്റെ പ്രൊഫഷനാണ്. ഞാനൊരു സിനിമ നല്ല രീതിക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് ഒന്ന് കയറുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമ മുന്നോട്ട് തന്നെ സിനിമ ഫീൽ പോലെ ഷൂട്ട് പോലും കാണാതെ ഞാൻ സിനിമ ഫീലിലേക്ക് വന്നത്. അത്രയും കഷ്ടപ്പെട്ടാണ് ഫീൽ വരെ എത്തിയത്. അപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്യാൻ എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാൽ, നല്ലൊരു പേയ്മെന്റ് വന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എൻ്റെ ഫാമിലിക്ക് അറിയാം. എനിക്ക് എന്നെ സംബന്ധിച്ച് വേറെ ആരും ബോധിപ്പിക്കുന്ന കാര്യമില്ല. എൻ്റെ കൂടെ എൻ്റെ കഴുത്ത് താലി കെട്ടിയ കെട്ടിയവനും എൻ്റെ ഫാമിലി, അതായത് എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണ്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് ലൈഫിൽ എനിക്ക് ഹാപ്പി ജീവിക്കാൻ പറ്റും. അല്ല, ബാക്കി മറ്റവരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത്. എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെരുവിൽ കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് കാണില്ല? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയിൽ കുറേ നേരം ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്ത് കാര്യത്തിന്? നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂ ആണ് വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂ ആണ് വിളിച്ചത്, അത് വേറെ സംഭവിച്ചാണ് വിളിച്ചത്. ഇത് ചോദിക്കുന്നത് മര്യാദയില്ല. നിങ്ങൾ എന്തുണ്ടാക്കി പറയുന്നത്? ഒരു ഇന്റർവ്യൂ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരമാണ് ചോദിച്ചത്. ദേഷ്യം മോന്തയാക്കി കൊടുക്കാൻ ഒരു ചോദ്യം ചോദിച്ചു മേലാക്കി ചോദ്യം വളരെ റോങ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിമിഷയ്ക്ക് ദേഷ്യം വന്ന് നിമിഷ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു അടിയും കൂടെ കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ പൂർണ്ണമായേനെ. ചോദ്യങ്ങളെല്ലാം തന്നെ റോങ്ങായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നമുണ്ട്. ഒന്നാമത് ചാനലുകാർ പറഞ്ഞിട്ടാണ് ഈ കൊച്ചി ചോദ്യം ചോദിക്കുന്നത്. കുറച്ച് ഓവറായിരുന്നു എന്നുള്ളത് വസ്തുത. ചോദ്യം കുറേയൊക്കെ ആപ്റ്റാണ്. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങളുടെ മകൾ നാളെ അവഹേളിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്നതാണ് കറക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. ഇതിനകത്ത് ആ പ്രശ്നം തീർന്നതിനായിരുന്നു. അവർക്ക് ഉത്തരം മുട്ടുമായിരുന്നു. ഇപ്പോഴും ഉത്തരം മുട്ടിയിട്ടാണ് പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീയല്ലേ? എന്താ വിവാഹം കഴിച്ച സ്ത്രീക്ക് എന്താ ലിമിറ്റേഷൻസ്? അവളുടെ ഹസ്ബൻഡിനില്ലാത്ത വിഷമം നമുക്ക് എന്തിനാ തോന്നുന്നേ? അപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലാകാൻ, നിമിഷയ്ക്ക് മനസ്സിലാകാൻ, താനൊരു മെറ്റീരിയലായി നിന്ന് കൊടുക്കുകയാണ്. തൻ്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ് എന്നൊരു ബോധം ആ കുട്ടിക്കാണ് ഉണ്ടാവേണ്ടത്. വൈകി വരുന്ന തിരിച്ചറിവാണ് അത്. വല്ലാത്തൊരു ജാതി തിരിച്ചറിവായി പോകും എന്നുള്ളത് വസ്തുത.
നിമിഷയുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ വേണോ ജീവിക്കണം എന്നുള്ളത്. ഇതേ സാധനം തന്നെ അഞ്ജിത നായർക്കെതിരെയും ഉണ്ടാകാറുണ്ട്. നല്ല ഭംഗിയുള്ള കുട്ടികൾ നല്ല ആപ്റ്റായ സാധനങ്ങൾ ചെയ്താൽ ഇതിനേക്കാൾ വ്യൂ കിട്ടും. പക്ഷെ അവരുടെ അവയർനെസ് ഇല്ലായ്മ, അവർക്ക് അറിയില്ല, അതിൻ്റെ പ്രശ്നമാണ്. തിരുത്തി കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇതുപോലെ തൻ്റെ പൂർവ്വമായി എന്തെങ്കിലും പറഞ്ഞാൽ. ഞാൻ മുൻപ് നിമിഷയെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ മുൻപോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുക. നമ്മളുടെ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ ആണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന രീതിയിൽ നിന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷ് നൈമിഷികമാണ്. ആ പണം നമ്മളെ സേഫ് ആക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ബുള്ളിയിങ് ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. ആ ബുള്ളിയിങ് ഓവർകം ചെയ്യാൻ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ സാധിക്കത്തില്ല. അപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് വസ്തുത. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിട്ട് ആക്രമണം ഉണ്ടാകും. പുരോഗമനവാദം കയറി വരുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. അവർ പറയും, ശരിയാണ്, അവർ പറയുന്നതിൽ തർക്കിക്കാനും പറ്റത്തില്ല. എന്നാൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ അത്യാവശ്യം ഐറ്റം ഡാൻസ് ഒക്കെ ചെയ്തിരുന്ന ആളുകൾ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഐറ്റം ഡാൻസ് എല്ലാവരും ചെയ്യുന്നു. ഉർവശിയാണ് അതിന് തുടക്കം കുറിച്ചെന്ന് തോന്നുന്നു. നായികമാർക്ക് ഐറ്റം ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന്. ഉർവശിയുടെ ഒരു പാട്ടുണ്ടല്ലോ, ഒരു തമിഴിലൊരു പാട്ടിലാണ് ഉർവശി തുടങ്ങിയത്. പക്ഷെ ഉർവശി ആരും നീക്കി നിർത്തിയിട്ടില്ല. അത് അനിവാര്യമായ ചില ഒരു ഇത് മാത്രം, അതിനപ്പുറം ഒന്നുമില്ല. അനിവാര്യമായതാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇത് തന്നെ പ്രൊഫഷനാക്കി വെക്കുന്നവർക്ക് ഇതുപോലുള്ള ഒരുപാട് രീതിയിലുള്ള അവഹേളനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. സമൂഹം അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല എന്നും ഉള്ളത് വസ്തുത. എനിക്ക് ഈ കുട്ടിയോട് തർക്കമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുള്ള, അത്യാവശ്യം അഭിനയിക്കാൻ ശേഷിയുള്ളൊരു കുട്ടിയാണ്. നല്ല ചാൻസുകൾ കിട്ടുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറട്ടെ എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും ഒക്കെ ചേർത്ത് വലിക്കുന്നത്, ഒരുപക്ഷെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവളാണെങ്കിലും നമുക്കറിയാത്ത ഒരുപാട് സന്തോഷങ്ങളും നമുക്കറിയാത്ത ഒരുപാട് വിഷമങ്ങളും ആ കുട്ടിക്കുണ്ടെങ്കിലും അങ്ങനെ ആക്രമിക്കുകയും കളിയാക്കുകയും ചെയ്യാതിരുന്നുകൂടെ എന്നുള്ളത് എൻ്റെ ഭാഗമാണ്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ പുരോഗമനവാദം തന്നെയാണ്. അവളെ കാണിക്കാൻ അല്ലെങ്കിൽ അവളെ കാണാൻ ആളുള്ളിടത്ത് അവൾ കാണിക്കുന്നു. ചില കൃമികൾക്ക് ഇത് അല്പം ആത്മസംതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുത. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല, നമ്മൾ സെക്സ് ടോയ് അല്ല എന്ന് വ്യക്തിബോധമുള്ള ഒരു പെൺകുട്ടി തിരിച്ചറിയേണ്ടതും ആവശ്യം. അതായത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു പെണ്ണ് സ്വന്തം ശരീരം മാർക്കറ്റ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമാ നടികളൊക്കെ മാർക്കറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് ഉത്തരവില്ല. അവർക്ക് അങ്ങനെയുള്ളൊരു ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ അല്ലാത്ത ഒരുപാട് വലിയ നിമിഷ സജയൻ അത്യാവശ്യം നന്നായി ആക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല അവളുടെ മിക്കവാറും സിനിമ നോക്കും ഭയങ്കര റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ കൂടുതൽ ആക്ട് ചെയ്തിരിക്കുന്ന ഏത് സെക്ഷനിലാണെന്ന് ഓർത്ത് നോക്കുക. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിമിഷ സജയനെ ഈ കുട്ടിയുടെ അതേ ബ്രാൻഡാണോ? അല്ലല്ലോ. അതിനെ മറ്റൊരു രീതിയിലല്ലേ കണക്കാക്കുന്നത്. അപ്പം പറഞ്ഞല്ലോ, വ്യക്തിബോധം ഉണ്ടാകണം. നമ്മൾ എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, അതിന് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ഇൻ്റർവ്യൂസിൽ പോയി ഇരിക്കാനുള്ളത് വസ്തുത. പിന്നെ ചെയ്ത തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ ഒരു തൊഴിലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് പോയി ഇരുന്ന് കൊടുക്കാതിരിക്കുക, അവഹേളിക്കാൻ വേണ്ടി മാത്രം. ഇത് ഒരു അവഹേളനം തന്നെയാണ്. തീർച്ചയായിട്ടും അത്രയധികം മാത്രമേ ആ കുട്ടി പറഞ്ഞുള്ളൂ എന്നുള്ളത് വസ്തുത. കുറച്ചുകൂടെ കൊടുത്തിട്ട് വേണം ഇറങ്ങി പോകേണ്ടിയിരുന്നത്. ഈ ചോദ്യം ചോദിച്ചവളുടെ ചരിത്രം എടുത്താൽ അതിനേക്കാൾ വൾഗറിസം ഉണ്ടാകും. അവളുടെ ഇരിപ്പും അവളുടെ ഇതും ഒക്കെ മൊത്തത്തിൽ വശപ്പശകായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുരോഗമനവാദം പറയുന്ന, സ്ത്രീപക്ഷവാദം പറയുന്ന, ഇക്വാലിസം പറയുന്നവർക്ക് ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്തരക്കാർ ഇങ്ങനെ പൊങ്ങി വരുന്നത് എന്നുള്ളത് വസ്തുത. എന്താണ് പുരോഗമനവാദം, എന്താണ് സ്ത്രീപക്ഷവാദം, എന്താണ് ഈക്വാലിസം, ഇതറിയാത്ത ഈ ആശയം പ്രചരിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ തോൽവി. അത്തരം ആൾക്കാരുടെ തോൽവിയുടെ ഒരു പടിയാണ് ഇതുപോലുള്ള കുട്ടികൾ എന്ന് ഞാൻ പറയും. മകൾക്ക് എന്ത് റോൾ മോഡലാണ് ഈ അമ്മ കൊടുക്കുന്നത്? ഈ രീതിയിലൊക്കെ കാണിച്ചാൽ കൂടുതൽ അട്രാക്ഷൻ കിട്ടും, ഈ രീതിയിലൊക്കെ പൊക്കോ താക്കോ ഒക്കെ ചെയ്യുകയും ആളുകളെ അട്രാക്റ്റ് ചെയ്യുകയും ലേറ്റ് നൈറ്റ് ഫുള്ളിരുന്നു കൊണ്ട് ക്യാമറയെ ഫേസ് ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നൊക്കെയാണോ മകൾക്ക് അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതും അവിടെ നൽകട്ടെ. ഇതിനേക്കാൾ വൾഗറായി പലരും ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ വളരെ നല്ല മുഖച്ചായുള്ള മുല്ലപ്പൂ പോലുള്ള പെൺകുട്ടികൾ ചെയ്തിരുന്നത് എന്താണ്? പ്രൈവറ്റായിട്ട് രഹസ്യമായി അവർ നടത്തിയ ലൈവുകളാണ്. അപ്പോൾ രഹസ്യമായിട്ട് അങ്ങ് ചെയ്തിരുന്ന നിമിഷ ബിജുവിന് ഇങ്ങനൊരു ഇത് കഴിയില്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അവർ ചെയ്ത ചെയ്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അവർ ഈ അനുഭവിക്കുന്നത് എന്നുള്ളത് വസ്തുത. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. താങ്ക് യു.